ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, എസെക്കിയേൽ 22:30. എസെക്കിയേൽ 22:30. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയുവാനോ മതിലിൻ്റെ വിള്ളലിൽ നിൽക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു. എന്താ ഈ കോട്ട പണിയൽ? അവനവൻ്റെ വീടും പരിസരവും അവനവൻ പണിയും. വേലി തട്ടിപ്പോയാൽ കെട്ടിവെക്കും, മതിലിടിഞ്ഞു പോയാൽ പൊക്കി വയ്ക്കും. കോട്ടയെന്ന് വെച്ചാൽ സംതിങ് ഡിഫറൻറ്റ്. എല്ലാവരുടെയും കാര്യം കോട്ട, ഒരു ദേശത്തിൻ്റെ കോട്ട. കോട്ട പണിയുവാനോ മതിലിൻ്റെ വിള്ളലിൽ നിൽക്കുവാനോ. മനുഷ്യന് വിള്ളലുകളുണ്ട്, കുറവുണ്ട്, ഭാരമുണ്ട്. പക്ഷേ നീ അതിൻ്റെ വിള്ളലിൽ കയറി നിന്ന് കടന്നു പോകുമ്പം എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷേ നീ വിള്ളലിൽ നിൽക്കുകയായിരുന്നു. നീ വിള്ളലുകളെ മറച്ചു, മനുഷ്യൻ്റെ കുറവുകളെ മറച്ചു, പരിഹാരം ചെയ്തു. നീ കോട്ട പണിതു. നീ ദേശത്തിന് വേണ്ടി ചിന്തിച്ചു, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചിന്തിച്ചു. നിൻ്റെ വീടും കൂടും പണിയും മാത്രമായി ഒതുങ്ങാതെ മനുഷ്യൻ്റെ വിള്ളലുകളിൽ, മതിലിൻ്റെ വിള്ളലുകളിൽ കയറി നീ അടച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ഒരുവനെ ഞാൻ തപ്പി, സ്വന്തം വീടും കൂടിനും അപ്പുറം കോട്ട പണിയാൻ കൊതിക്കുന്നവന്, മതിലിൻ്റെ വിള്ളലിൽ നിൽക്കുന്നവന് ഞാൻ ആരെയും കണ്ടില്ല. എല്ലാവർക്കും തന്നിഷ്ടം. ജയിക്കുവാനും ഉയരുവാനും ഉദിക്കുവാനും കുതിച്ചുയരുവാനും ഏറ്റവും നല്ല മാർഗം ദേശത്തിൻ്റെ കോട്ട പണിയുക, മതിലിൻ്റെ വിള്ളലിൽ നിൽക്കുക. നിന്നെ ദൈവം കാണും. ആമേൻ, ആമേൻ, ആമേൻ.